ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ബോർഡ് എക്സാം ഇങ്ങ് അടുത്തു അല്ലേ? അപ്പോൾ ബോർഡ് എക്സാമിന് മാത്തമാറ്റിക്സിനകത്തെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന പാർട്ട് എല്ലാവരും പറയും ഇൻ്റഗ്രൽസ് ഭയങ്കര കിറാമുട്ടിയാണ് അല്ലേ? പക്ഷെ നമുക്ക് 100% ഇൻ്റഗ്രൽസിനകത്തുനിന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്നും ഇൻ്റഗ്രൽ പാർട്ടായ അടുത്ത ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും നമുക്ക് ബോർഡ് എക്സാമിന് 100% എന്ന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കളയാം അല്ലേ? അപ്പോൾ നമുക്ക് പഠിക്കാൻ റെഡിയാണല്ലോ? ഓക്കെ, നമുക്കെന്നാ ഇതിൻ്റെ സ്കോറിലേക്ക് ഒന്ന് നോക്കിയാലോ. സാധാരണ രീതിയിൽ ഇൻ്റഗ്രൽസിൽ നമുക്കൊരു 6 വെയിറ്റേജ് വരുന്നത്, ഒരു സ്കോർ വെയിറ്റ് 6 ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്ന് ഒരു 3 മാർക്കിൻ്റെ സ്കോർ വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നൊരു 4 മാർക്കും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിലെ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കിക്കളയാം. ഇൻ്റഗ്രേഷൻ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽസിൽ തന്നെ നമുക്കറിയാം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസും ഉണ്ട്. 2 പാർട്ടാണ് അല്ലേ? ഇൻഡെഫിനിറ്റും ഉണ്ട്, ഡെഫിനിറ്റും ഉണ്ട്. നമുക്കൊന്ന് നോക്കിക്കളഞ്ഞാലോ. സം മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ, ഇൻ്റഗ്രൽ സം പർട്ടിക്കുലർ ഫങ്ഷൻസ്, ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഇതാണ് പ്രധാനപ്പെട്ട അതിനകത്ത് വരുന്ന കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലേ? ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും നമുക്ക് ബോർഡ് എക്സാമിന് ഉണ്ടായിരിക്കും, 100% ഉറപ്പാണ്. അപ്പം നമുക്ക് അതിൻ്റെ ആ പോയിന്റിലേക്ക് ഒന്ന് കിടക്കാം, നോക്കാം. സം മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടോ? ഈ മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷനകത്ത് നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യുവാണെങ്കിൽ പറയാനായിട്ട് പറ്റും. അതായത് ഇവിടെ if d by dx of f of x is equal to f of x and integral f of x dx is equal to f of x plus c ഉണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ അടുത്ത കേസ് എന്ന് പറയുന്നത്, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രേഷനകത്ത് ഓർത്തിരിക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന കേസാണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഉണ്ടോ? സോ ഇതിനകത്ത് എഫ് ഓഫ് എക്സ് റേസ് ടു എൻ അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇപ്പുറത്ത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് എപ്പോഴും എഫ് ഓഫ് എക്സ് റേസ് ടു n+1 ബൈ n+1 പ്ലസ് സി എന്നുള്ള രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം ഉണ്ടോ? അതേപോലെ തന്നെ ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഉണ്ടോ? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് എന്ന് പറയാം. അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു ഐഡിയാണ്. അതുപോലെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ്. സോ ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഇൻ്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ നമ്മൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അതിനകത്തുള്ള രീതിയിൽ എടുത്ത് വേണം നമ്മളെപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ആ ടേമിലേക്ക്, ആ പാരാമീറ്ററിലേക്ക് നമ്മൾ മാറ്റി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് ദിസ് വൺ കണ്ടോ? അപ്പോൾ ഇവിടെ കണ്ടോ, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അനദർ ഫോം ഓഫ് ചേഞ്ചിങ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ടു ടി by substituting x is equal to g of t, so that dx by dt g dash of t, that means dx is equal to g dash of t, then integral f of x dx is equal to integral f of gt g dash of t dt എന്ന രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് സം ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടോ? മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, നമുക്ക് സി ദിസ് പ്രോബ്ലം ഉണ്ടോ? ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കിക്കളയാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല പ്രാവശ്യമായിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇൻ്റഗ്രൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ബൈ 1+x². ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അവിടെ വന്നിട്ടുണ്ട്, 1+x² എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1+x². ഇബി പുട്ട് ടി ഈസ് ഈക്വൽ ടു, അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും പുട്ട് ടി ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റും. പുട്ട് ടി ഈസ് ഈക്വൽ ടു ഉണ്ടോ? പുട്ട് ടി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ടി ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിക്കേ. ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/1+x².
ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഡി ടി ഇസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാൻ പറ്റും? ഡി ടി ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എടുക്കാം. ഉണ്ടോ? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നോ ദിസ് ഇന്റഗ്രൽ ബിക്കംസ് ഇന്റഗ്രൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. ഉണ്ടോ? സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്കിവിടെ സൈൻ ടി എന്ന് കൊടുക്കാം അല്ലെ. ടാൻ ഇൻവേഴ്സ് എക്സിന് ടി എന്ന് കൊടുക്കാം. സൈൻ ടി ഡിവൈഡഡ് ബൈ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാ ഡി ടി. സൈൻ ടി ഡി ടി. ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. സൈൻ്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ടി. ഉണ്ടോ? മൈനസ് കോസ് ടി. അപ്പം മൈനസ് കോസ് ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. മൈനസ് കോസ് ടി. സോ ദാറ്റ് ഈസ് മൈനസ് കോസ് ഓഫ് ടിയുടെ വാല്യൂ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ടി ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. So that is answer, cos of tan inverse x plus. So this means integration by substitution is very important part of our board exam. ഉണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, സി ദ നെക്സ്റ്റ്. അടുത്ത ഫോം എന്ന് പറയുന്നത് ഇന്റഗ്രൽസ് ഓഫ് പർട്ടിക്കുലർ ഫംഗ്ഷൻസ്. ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണെന്ന് പരിചയപ്പെടണം. അതിൻ്റെ റിസൾട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് ഇന്റഗ്രൽ 1/a² മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് 1/2a ലോഗ് a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ്. ഓക്കെ, ഇന്റഗ്രൽ 1/a² മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/2a ലോഗ് a പ്ലസ് എക്സ് ബൈ a മൈനസ് എക്സ് plus constant of integration c എന്ന് വരും. So that means next one is the integral 1/x² minus a² dx is x² minus a². So in the answer 1/2a log x minus a by x plus a. Okay, അപ്പോൾ a² minus x² ആകുമ്പം a plus x by a minus x. x² minus a² ആകുമ്പോഴത്തേക്കും x minus a by x plus a. So again integral 1/a² plus x² dx is 1/2a log 1/a tan inverse x by a plus c. ഉണ്ടോ? പോസിറ്റീവ് ആണ്. അതായത് a² plus x² എന്ന് പറഞ്ഞാലും x² plus a² എന്ന് പറഞ്ഞാലും 1/a tan inverse x by a എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത 3 പാർട്ട് നോക്കാം. ഈ സെയിം ഫംഗ്ഷൻ തന്നെ റൂട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റഗ്രൽ 1/√a² minus x² dx is sin inverse x by a plus c. Okay, sin inverse x by a plus c. Then integral 1/√x² plus a² dx is log of mod x plus root of x² plus a² plus c. Then integral 1/√x² minus a² dx is log of mod x plus root of x² minus a² plus c. It's very important part of 3 formulas is this one, root and ഫസ്റ്റ് കേസ് നോക്കാം. ആദ്യത്തെ കേസിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 3 പ്രോബ്ലം ഇന്റഗ്രൽ റിസൾട്ട്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാം. ഇതേ സെയിം റിസൾട്ട് വന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ 1/x² minus 16 ഇറ്റ്സ് വെരി ഈസി. ഇന്റഗ്രൽ 1/x² minus x². ഇന്റഗ്രൽ 1/x² minus 16. This is converted into x² minus 4² dx. Okay, x² minus 4² dx. So this is of the form integral 1/x² minus a². കണ്ടോ, ഇപ്പൊ നമ്മൾ കണ്ട റിസൾട്ട് തന്നെയാണ് ഇന്റഗ്രൽ 1/x² minus a² dx. So what is this result? Integral 1/x² minus a² dx. ഇപ്പൊ നമ്മൾ കണ്ട സെക്കൻഡ് റിസൾട്ട് ആണ്. 1/2a log x minus a by x plus a. 1/2a log x minus a by x plus a. Okay. Okay, so this one integral 1/x² minus a², x² minus 4², integral 1/x² minus 4² dx. Okay, so that is equal to 1/2a. A means 4. 1/2a log x minus a, x minus 4 by x plus 4. So that is equal to 1/8 log mod x minus 4 by x plus 4 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി അത് നമുക്കറിയാം. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എഴുതുമ്പോഴത്തേക്കും നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി എന്ന് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് അടുത്ത് നോക്കാം. അതേപോലെ തന്നെ വരുന്ന കണ്ടോ വേറൊരു ക്വസ്റ്റ്യൻ. ഇതിന് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്റഗ്രൽ c² x by root of tan² x plus 9 dx. So we have to substitution and using this result. കണ്ടോ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കണം. അതേപോലെ തന്നെ എന്തുകൂടെ വരുന്നുണ്ട്?
ആ റിസൾട്ട് കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മേൽ പറഞ്ഞ റിസൾട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. put t is equal to tan x. Okay, put t is equal to tan x. Then what is dt? dt is equal to c square x dx, right? c square x dx. Now this integral becomes integral c square x dx is dt divided by root of tan x is t. That means t square plus 9. 9 is 3 square. Okay, so this is integral dt by t square plus 3 square dt. Okay, so what is the result? Integral 1 by root of. So this result is used. നമ്മൾ നേരത്തെ പഠിച്ച ജസ്റ്റ് തൊട്ട് മുന്നേ പറഞ്ഞ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ഫോർമുല ആണ് integral 1 by root of x square plus a square dx. x square plus a square dx is equal to log mod x plus root of x square plus a square plus constant of integration c എന്ന് കൊടുക്കാം. So this result is used. That means the answer is log x. X means t plus root of t square plus 3 square. 3 square is 9. Okay. Now this is equal to log. നമുക്ക് ടിയുടെ വാല്യൂ തിരിച്ച് എക്സിന്റെ ടേംസിലോട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുട്ട് ടി is equal to tan x എന്നല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ tan x പ്ലസ് റൂട്ട് ഓഫ് tan സ്ക്വയർ എക്സ് പ്ലസ് 9 ഉണ്ടോ. tan സ്ക്വയർ എക്സ് പ്ലസ് 9 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് ആൻസർ ഉണ്ടോ. അപ്പോൾ ആ റിസൾട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്തു. സം മോർ പർട്ടിക്കുലർ റിസൾട്ട്സ് ഉണ്ടോ. സം ഇമ്പോർട്ടൻറ്റ് പർട്ടിക്കുലർ റിസൾട്ട്സ് ഉപയോഗിച്ച് ഇൻ്റഗ്രേഷൻ റിസൾട്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ 1 by ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഫോം ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ 1 by a സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്, ആ ഒരു ഫോം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 1 by root of a സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഈ രണ്ട് ഫോം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ പ്രോബ്ലം ചെയ്ത് എങ്ങനെയാണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഉണ്ടോ. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്ത ടേമിൻ്റെ സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യണം? എക്സ് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. ദെൻ മേക്കിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം നമുക്കതിനെ പെർഫെക്റ്റ് സ്ക്വയറിലോട്ട് ആക്കിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് ഇല്ലേ, നമ്മൾ പറഞ്ഞല്ലോ സം ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നല്ലോ ഒരു 6 റിസൾട്ട് പറഞ്ഞില്ലേ, ആ റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുക. അതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് സാധാരണ എക്സാമിന് പോയിന്റിൽ വരാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രോബ്ലം തന്നെ നോക്കിക്കളയാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽ 1 dx by x square plus 4x plus 8. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് നോക്കിക്കളയാം. അത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ലിസൺ, എക്സ് സ്ക്വയർ പ്ലസ് 4x plus 8 is equal to എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 4 ആണ്. അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് വരുന്നത് അല്ലേ. അതിനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം എക്സ് കഴിഞ്ഞതിന് ശേഷം. സോ ബിക്കം എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി നമ്മൾ അതിനെ നേരത്തെ പഠിച്ച പ്രീവിയസ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇൻ്റഗ്രൽ 1 by x square plus a square ഫോമോ ഇൻ്റഗ്രൽ 1 by x square minus a square ഫോമോ ഏതാണോ വരുന്നത് ആ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 4 ആണ്, അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു കേട്ടോ. 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യും. അപ്പം 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 8. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ അല്ലേ. അപ്പം നമുക്ക് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈസ് 4 പ്ലസ് 8. 8 മൈനസ് 4 ഈസ് പ്ലസ് 4. സോ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് ഇൻ്റഗ്രൽ 1 by x plus 2 the whole square plus 2 square dx. So this is of the form integral 1 by x square plus a square dx is equal to 1 by a tan inverse x by a plus c. 1 by a tan inverse x by a plus c. Okay, അപ്പോൾ ഇവിടെ നമുക്ക് integral 1 by x plus 2 the whole square plus 2 square dx is equal to, so this means 1 by a 1 by 2 tan inverse x means x plus 2 by a means 2 plus constant of integration c. That is the result കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ട നമ്മൾ കുറേ പ്രോബ്ലംസ് അടുത്തടുത്ത് കണ്ടു. ഇതെല്ലാം നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രോബ്ലംസുമായിട്ട് ആ 6 റിസൾട്ടുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന പ്രോബ്ലംസ് ആണ്. എപ്പോഴും ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ഇന്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അനദർ ഫോം ഇസ് ദയർ. അടുത്ത ഒരു വർഷം ചോദിച്ചാണ്, പല വർഷങ്ങളിൽ ചോദിച്ച സെയിം കൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദ ഇന്റഗ്രേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 1 by x square minus 6x plus 13. ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 6 ആണ് അല്ലേ. അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ 3 വരും. അതിനെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. സോ ദിസ് ബിക്കംസ് x square minus 6x plus
എക്സിന്റെ കോയിഫിഷ്യന്റ് 6 3 വെച്ച് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ് അല്ലേ. അതിന്റെ സ്ക്വയർ എടുക്കുന്നു 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ പ്ലസ് 13. സോ ദിസ് ഈസ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ പോയിന്റും പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകണേ. അത് നമുക്കറിയാം, എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ is 9 minus 9 plus 13, that is minus 3 square 9 plus 13, അപ്പോൾ 4 വരും. അപ്പോൾ 4 എന്ന് എഴുതി. So this integral becomes integral 1 by x minus 3 the whole square plus 2 square dx. So this is of the form integral 1 by x square plus a square dx is equal to 1 by a tan inverse x by a. So this result is again 1 by 2 tan inverse x by a, x minus 3 by 2 plus constant of integration c. That is answer. 1 by 2 tan inverse of x minus 3 by 2 plus c. That is a result. So the next integrals of the form integral px plus q divided by a square plus bx plus c dx. അടുത്തൊരു ഫോം ആണ് ലീനിയർ ഫാക്ടർ വരുന്നു. ന്യൂമറേറ്റർ ലീനിയർ, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ആണ്. അതിൻ്റെ റൂട്ട് ഇങ്ങനെ ഈ ഫോമിൽ ഏത് വന്നാലും നമുക്ക് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യാം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമാണ്, integral px plus q by ax square plus bx plus d. In this case we expressed in the form numerator equal to a into derivative of the denominator plus b. ഉണ്ടോ, numerator equal to a into derivative of the denominator plus b എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട്. ഈ ടൈപ്പ് പ്രോബ്ലം അതും ആ ടൈപ്പും നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് പ്രോബ്ലം ഇന്റഗ്രൽ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5 ഡി എക്സ്. ഉണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ ഈക്വൽ ടു, ഉണ്ടോ, നമ്മുടെ തിയറം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും ന്യൂമറേറ്റർ ഈക്വൽ ടു a into derivative of the denominator, that means 2x minus 4, ഉണ്ടോ, derivative of the denominator plus b എന്നെടുക്കണം. ഇതാണ് അതിൻ്റെ ഫോം. ഈ ഒരു ഫോം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, ന്യൂമറേറ്റർ ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ പ്ലസ് ബി എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഉണ്ടോ, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1 ഈക്വൽ ടു 2a എന്ന് കിട്ടും. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് 1/2 ഇസ് ഈക്വൽ ടു a എന്ന് കിട്ടി. ദെൻ ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടേം, നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടേം. നമുക്ക് എയും ബിയും കണ്ടുപിടിക്കണമല്ലോ, കോൺസ്റ്റന്റ് ടേം. ഇക്വേറ്റിംഗ് ദ കോൺസ്റ്റന്റ് ടേം എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് -1 ഇസ് ഈക്വൽ, ഇവിടെ കോൺസ്റ്റന്റ് ടേം -4a പ്ലസ് ബി എന്നും വരും. ഉണ്ടോ, -4a പ്ലസ് ബി. അപ്പോൾ എയുടെ വാല്യൂ 1/2 ആണല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. -1 ഈക്വൽ ടു -4 ഇൻറ്റു 1/2 പ്ലസ് ബി. അപ്പോൾ നമുക്ക് ഈ 2ഉം ഈ 4ഉം കൂടെ കിട്ടുമ്പോൾ ഇവിടെ -2 കിട്ടും. സോ -1 ഈക്വൽ ടു -2 പ്ലസ് ബി എന്നായി. ഈ -2 ഇപ്പുറം വരുമ്പോൾ +2 ആയി. സോ ദാറ്റ് മീൻസ് 2 - 1 ഈക്വൽ ടു ബി. ദെൻ 1 ഈക്വൽ ടു ബി എന്ന് കിട്ടി. കണ്ടോ, 1 ഈക്വൽ ടു ബി എന്ന് കിട്ടി. നൗ ദിസ് ഇന്റഗ്രൽ ബിക്കംസ്, കണ്ടോ, അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം, ശ്രദ്ധിക്കണം. ഇന്റഗ്രൽ എക്സ് മൈനസ് 1 വരെ എന്ത് കൊടുക്കണം, a ഇൻറ്റു 2x മൈനസ് 4 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5 ഡി എക്സ്. സോ വി ടേക്ക് ഇറ്റ് a ആൻഡ് b. കണ്ടോ, എക്കും ബിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. a എന്ന് പറയുന്നത് എന്താണ്, a നമ്മൾ കണ്ടുപിടിച്ചല്ലോ 1/2. അപ്പോൾ ഇറ്റ് മീൻസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 2x minus 4 divided by x square minus 4x minus 5 dx plus 1 equal to b. That means the integral 1 by x square minus 4x minus 5 dx. So we take it, this is I1 plus I2, equation number 1. കണ്ടോ, നമ്മൾ I1 I2 എന്ന് കൊടുത്തു. നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. കാരണം നമുക്ക് രണ്ടാമത്തെ പാർട്ട് ഈ പറഞ്ഞ പോലെ നമ്മളറിയാം, നമ്മളിപ്പോൾ ആദ്യം ചെയ്ത ആ പാർട്ട് തന്നെയാണ്. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരെണ്ണം പഠിച്ചായിരുന്നു നമുക്ക് ഇന്റഗ്രേഷൻ അത് വരുമ്പോൾ എളുപ്പമായിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ I1 എന്ന് പറഞ്ഞ ഇന്റഗ്രൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കിടപ്പുണ്ട്. കണ്ടോ, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കിടപ്പുണ്ട്. സോ വി ഗെറ്റ് ദ ആൻസർ ഈസ്, എന്താണ്, നമ്മൾ ഫസ്റ്റ് റിസൾട്ട് ഞാൻ തന്നിരുന്നു, ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഉണ്ടോ, ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ്, ലോഗ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് സി. ഉണ്ടോ, ലോഗ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് സി. അപ്പൊ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുമല്ലോ 1/2 ഇൻറ്റു ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5. ഉണ്ടോ, പ്ലസ് then I2 becomes, ഉണ്ടോ, I2 നമ്മൾ കണ്ടുപിടിക്കണം, I2 ഇന്റഗ്രേറ്റ് ചെയ്യണം. I2 ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മുമ്പത്തെ പോലെ തന്നെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി ക്ലിയർ ഔട്ട് ചെയ്തേച്ചാൽ മതി. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിക്കളയാം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുമ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും,
ഈ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5. അപ്പൊ എക്സിന്റെ കോയിഫിഷ്യന്റ് 4 അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് സ്ക്വയർ ചെയ്യണം, ആഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ മൈനസ് 5. സോ this one is x minus 2 the whole square minus 2 square is minus 4 minus 5 minus 4 minus 5, that is minus 9. So this integral becomes integral 1 by x minus 2 the whole square minus 3 square dx. This is of the form integral 1 by x square minus a square. ഉണ്ടോ, പഴയ ഫോമിലോട്ട് തിരിച്ചു വന്നു. ഉണ്ടോ, അതാണ് നമ്മൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ റിസൾട്ട് പഠിച്ചാൽ ഇതെല്ലാം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 by x minus 2 the whole square minus 3 square is 1 by 2a. അപ്പോൾ 1 by 2 into 3 log x minus a by x plus a. That means x minus 2 minus 3. x minus a by x plus a. x minus 2 plus 3. Okay, so that is 1 by 6 log x minus 5 by x plus 1. So this integral becomes, ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ നമുക്ക് 1 implies എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ becomes എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. നമുക്ക് ഏത് രീതിയിലേക്ക് എഴുതാൻ പറ്റും? 1 is equal to എങ്ങനെ എഴുതാൻ പറ്റും? 1 by 2 റിസൾട്ട് 1 by 2 log of ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ കേസ് അതായത് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 5 പ്ലസ് then 1 by 6 log of x minus 5 divided by x plus 1 plus constant of integration c. That is answer. ഉണ്ടോ, ആൻസറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ ആ പ്രീവിയസ് റിസൾട്ടുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഓരോന്നും പടിപടിയായിട്ട് പഠിച്ചു വന്നാൽ ഇൻ്റഗ്രേഷൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ്. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷനാണ് ഇന്റഗ്രേഷൻ ത്രൂ പാർഷ്യൽ ഫ്രാക്ഷൻസ്. നോക്കാം നമുക്ക് എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്റഗ്രേഷൻ ത്രൂ പാർഷ്യൽ ഫ്രാക്ഷൻസ് കണ്ണു തുറന്ന് നോക്കിക്കേ, എല്ലാവരും ഒന്ന് നോക്കിക്കേ മക്കളെ. ഇന്റഗ്രേഷൻ ത്രൂ പാർഷ്യൽ ഫ്രാക്ഷൻസ് നമുക്ക് നോക്കാം. ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഫോം. ഉണ്ടോ, പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത്. നമ്മളെ ബോർഡ് എക്സാം ബൂസ്റ്റോപ്പ് നമുക്ക് ആ ഒരു സെക്ഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാം. സോ ദാറ്റ് മീൻസ് എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി എന്ന് എഴുതിയിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ച പുറകോട്ടുള്ള എല്ലാ റിസൾട്ടും അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഉണ്ടോ, അങ്ങനെ ഒരു ഫാക്ടറാണ് വരുന്നതെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എസ് പ്ലസ് ആർ ഉണ്ടോ ഡിവൈഡ് ബൈ 3 ഫാക്ടേഴ്സ് ആണ് ഡിനോമിനേറ്ററി വരുന്നതെങ്കിൽ അതിനെ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ബൈ എക്സ് മൈനസ് സി എന്ന് എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ തൊട്ട് പുറകിലത്തെ ഫാക്ടർ പറഞ്ഞാൽ എക്സ് മൈനസ് എ ആണ്. സോ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് മൈനസ് ബി എന്ന രീതിയിലെടുത്ത് നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. So again px square plus qx plus r by x minus a into x square plus bx plus c. So this means that ഈ x square plus bx plus is a quadratic, that is cannot be factorized. ഉണ്ടോ, അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കേസിൽ we take it a by x minus a plus bx plus c by x square plus bx plus c എന്നെടുത്തിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സാധാരണ രീതിയിലകത്തെ ആദ്യത്തെ സെക്ഷൻ കണ്ടോ പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ബൈ എക്സ് മൈനസ് ബി ആ ഒരു ഫോമിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. ഓക്കെ, നമുക്ക് വരുന്ന ഒരു സെയിം കൺസെപ്റ്റ് ആണ്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ലിസൺ, ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. സോ ദിസ് ഈസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 എന്ന് എഴുതി. ഉണ്ടോ, രണ്ട് ഫാക്ടർ ആക്കി എഴുതി. സോ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് വിത്ത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് വിത്ത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഉണ്ടോ എന്ന രീതിയിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എ ഇൻറ്റു ഉണ്ടോ എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ബി ഇൻറ്റു എക്സ് പ്ലസ് 1. അതായത് നമുക്ക് എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നമുക്കിവിടെ നമ്പറിങ് കൊടുക്കാം അല്ലേ. ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുമ്പം അടുത്ത് ക്യാൻസൽ ആയി പോകണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ പറയാം പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -1 കൊടുത്താൽ സോ വി ഗെറ്റ് -1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു -1 പ്ലസ് 1.
So minus 1 equal to 2 minus 1 1. 1 into a. Then minus 1 plus 1 0 ആയി പോകും. അപ്പോൾ a equal to minus 1 കിട്ടി. So again we put x is equal to minus 2. ഉണ്ടോ? x equal to minus 2 എന്ന് കൊടുത്തു. x equal to minus 2 എന്ന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം minus 2 is equal to minus 2 plus 2. minus 2 plus 2 പറയുമ്പോഴത്തേക്ക് 0 ആയിപ്പോയി. a 0 ആയിപ്പോയി. അപ്പോൾ minus 2 plus 1 എന്ന് പറയുമ്പോഴത്തേക്ക് b കിട്ടും. അപ്പോൾ minus b എന്ന് കിട്ടും. ഓക്കെ, minus 2 plus 2. So it is minus b. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ എക്സിന് പകരം minus 2 എന്ന് കൊടുത്തപ്പം ഇവിടെ x is equal to minus 2. minus 2 equal to minus 2 plus 2 0 ആയി. Then minus 2 plus 1 is minus b. minus 2 plus 1 is minus b. So minus 2 is equal to minus b. So we take, നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 2 is equal to b എന്നായി. ഉണ്ടോ? 2 is equal to b. ഒന്നുകൂടെ നോക്കണം, x plus 1 into x plus 2 ആണ്. അപ്പോൾ a into x plus 2 plus b into x plus 1 ആണ്. അപ്പോൾ എക്സിന് നമ്മൾ minus 1 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന minus 1 is equal to minus 1 plus 2 എന്ന് പറയുമ്പോൾ 1 into a. അടുത്ത 0 ആയിപ്പോവും. minus 2 കൊടുക്കുമ്പോഴത്തേക്കും a into minus 2 plus 2. minus 2 plus 2 എന്ന് പറഞ്ഞ 0 ആയിപ്പോൾ ബിയുടെ വാല്യൂ minus b എന്ന് കിട്ടും. സോ വി ടേക്ക് ഇറ്റ് 2. സോ ദർഫോർ ഇൻ്റഗ്രൽ ഉണ്ടോ? അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ a b ഉണ്ടോ? ഇൻ്റഗ്രൽ a മീൻസ് -1 by x plus 1 dx plus 2 by x plus 2 dx. b is equal to 2 എന്ന് കിട്ടി. 2 by x plus 2 dx integral. Okay, so this integral is minus log of x plus 1 plus ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 into log of x plus 2. That means 2 log of x plus 2 minus log of x plus 1 plus constant of integration c എന്ന് കൊടുക്കാൻ പറ്റും. So that is answer. കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ്ലി നമ്മൾ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. So the next one, വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ? ഇപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ല നമുക്ക്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റിനകത്തും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാകും. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്? പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത് അല്ലേ? 2 ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലെ? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഓഫ് ദി ഇൻ്റഗ്രേഷൻ അല്ലെ? നോക്കാം, ദ ഇൻ്റഗ്രൽ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of the second function minus integral of the derivative of the first into integral of the second of dx. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ പറയും, ഇൻ്റഗ്രൽ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് പറയുവാണെങ്കിലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും, ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു integral v dx of dx ഉണ്ടോ? സോ ദാറ്റ് മീൻസ് അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of the second minus integral of the derivative of the first into integral of the second of dx. That is an integration by parts. ഈ integration by parts ഉപയോഗിക്കുമ്പോൾ we have to apply this ILATE ഉണ്ടോ? ILATE ഉണ്ടോ? നമുക്ക് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമാണ് ILATE ഉണ്ടോ? ഈ ILATE എന്ന് പറഞ്ഞാൽ എന്താ? ആ തന്നിരിക്കുന്ന ഓർഡറിൽ വേണം ഫംഗ്ഷൻസിനെ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തീരുമാനിക്കാൻ. I മീൻസ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്, L മീൻസ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ദെൻ A മീൻസ് algebraic expressions, T means trigonometry functions, and E means exponential functions. അപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടതിനകത്തനുസരിച്ച് അല്ലേ? ഇപ്പോൾ ലോഗരിതമിക്കോ ഓൾജിബ്രയ്ക്കോ ഉണ്ടെങ്കിൽ എല്ലാം ആണ് എപ്പോഴും ഫസ്റ്റ് എടുക്കേണ്ടത്. ഇൻവേഴ്സും എയും ആണെങ്കിൽ എന്താണ് എടുക്കേണ്ടത്? ആദ്യം ഐ ആണ് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് സീ ദ പ്രോബ്ലം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ഉണ്ടോ? ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ എക്സ് ആയിട്ട് എടുക്കാം, സെക്കൻഡ് ഫംഗ്ഷന് ഇറേസ്, കാരണം ഇറേസ് എക്സ് ആണ് അവസാനം വരുന്നത് അല്ലേ? സോ ദിസ് ടൈപ്പ് പ്രോബ്ലം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ പവറും സൈനും, അതായത് ഒരു ഈ പവറും ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ചേർത്തിട്ടുണ്ടെങ്കിൽ വി ടേക്ക് ഇറ്റ് ദ ഫംഗ്ഷൻ ഈസ് ഐ ഉണ്ടോ? അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? ഐ എന്ന് എടുത്തിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നോക്കാം. ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറേസ് ടു എക്സിന്റെ ഇറേസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. സോ അഗൈൻ ഇന്റഗ്രേറ്റിംഗ്, സോ വി ഗെറ്റ് സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ്, സോ അഗൈൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു
ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് ഉണ്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അഗെയിൻ മൈനസ് ഈസ് മൈനസ് ഇന്റഗ്രൽ സൈൻ എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് റിപ്പീറ്റിംഗ് കണ്ടോ. വീണ്ടും ഇവിടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു കണ്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സോ വി ടേക്ക് ഇറ്റ് ഐ. അതിന് നമ്മൾ ഐ എന്നല്ലേ പറഞ്ഞു, ആ സംഭവം ട്രാൻസ്പോസ് ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഒരു ഐ കിടപ്പുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഐ എന്നാവും. ഇതിനെ കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് ഐ, ഇത് ഐ ആയിട്ട് മാറി കേട്ടോ. സോ വി ഗെറ്റ് സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ദെൻ ഐ പ്ലസ് ഐ ഇസ് 2i ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ദെൻ ഐ ഇസ് ഈക്വൽ ടു ബൈ 2 ഉണ്ടോ. ഇ റേസ് ടു എക്സ് കോമൺ എടുക്കാം അല്ലേ. അപ്പം നമുക്ക് എന്തെടുക്കാം, ഇ റേസ് ടു എക്സ് ബൈ 2 ഇൻറ്റു sin x minus cos x plus c, that is the answer ഉണ്ടോ. sin x minus cos x plus c, that is the answer ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് വേഗം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് പ്രോബ്ലം. സോ അഗെയിൻ ദ അനദർ വൺ, ലോഗും കണ്ടോ ആൾജിബ്രൈക് ഫംഗ്ഷനും കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അതും സാധാരണ രീതിയിൽ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ലോഗിന്റെ ഫംഗ്ഷന് ഐ എന്ന് കൊടുക്കുന്നു, എക്സ് ക്യൂബിന് 2 എന്നും കൊടുത്തു കണ്ടോ. 1ഉം 2 കാരണം ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ്, സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഉണ്ടോ ഓഫ് ഡി എക്സ്, ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഓഫ് ഡി എക്സ്. ഓക്കെ, സോ ദാറ്റ് ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4/4 അല്ലേ. എക്സ് റേസ് ടു 4/4 അതിനാ എക്സ് റേസ് ടു എന്നിന്റെ ഫോർമുല. വാട്ട് ഈസ് എക്സ് റേസ് ടു എൻ ഇന്റഗ്രൽ എക്സ് റേസ് ടു n+1/n+1. okay, so that means x raised to 4/4 minus integral 1/x into integral x cube is x raised to 4/4 dx. okay, now this x and this x are cancelled. again log x into x raised to 4/4 minus integral 1/4 into x cube dx. കാരണം 1/4 is a constant outside the integral. then x or x ഓടെ cancel x cube dx. that means log x into x raised to 4/4 minus 1/4 into x raised to 3യുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x raised to 4/4 plus constant of integration c ഉണ്ടോ. അപ്പോൾ 1/4 വെളിയിലെടുത്ത് x ക്യൂബിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, 4 into 4 16 എഴുതി നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക്. ദെൻ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി എന്ന് പറയാം. ഓക്കെ, സോ ദ അനദർ പ്രോബ്ലം ഇസ് ദെയർ. അടുത്ത പ്രോബ്ലം കണ്ടോ, ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് മാത്രം. അവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഉപയോഗിക്കുന്നത്, എല്ലാം ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് കണ്ടോ, ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് അവിടെയും പറയാൻ പറ്റും ടാൻ ഇൻവേഴ്സ് എക്സ് ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഐലൈറ്റിൽ ആദ്യം വന്നിരിക്കുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ഡി എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of the second minus integral of derivative of the first is 1/1 plus x square into integral of the second 1 into integral x dx. so this is tan inverse x into integral 1 എന്ന് പറഞ്ഞാൽ x minus ഇതിനെ ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ x dx by 1 plus x square അല്ലേ. അപ്പോൾ പുട്ട് t is equal to 1 plus x square എന്ന് കൊടുക്കണം ഉണ്ടോ. അപ്പോൾ dt എന്ന് പറഞ്ഞാൽ 2x dx എന്നായി ഉണ്ടോ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടോ. then dt by 2 എന്നായി x dx ആയി. so this integral becomes integral x dx is dt by 2. അപ്പോൾ 1/2 into dt by t എന്നായി. so that is tan inverse x into x minus 1/2 into കേട്ടോ 1/t എന്ന് പറഞ്ഞാൽ log t എന്ന് എടുക്കുക, log t ഉണ്ടോ. that means tan inverse x into x minus 1/2 into log of t ഉണ്ടോ. ടിയുടെ വാല്യൂ റീപ്ലേസ് ചെയ്യുക. ടി എന്ന് പറഞ്ഞാൽ 1 plus x square plus constant of integration c. that is answer. okay, അപ്പോൾ നമ്മൾ ആ പാർട്ട് കഴിഞ്ഞ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇനി മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഈ ഇന്റഗ്രൽസിനകത്ത് വരുന്ന അടുത്ത ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്ത് വെക്കണം. ഇവിടെ നമുക്ക് ഫോർമുല ആവശ്യമുണ്ട്. അതായത് 4 പ്രധാനപ്പെട്ട ഫോർമുലയാണ് തീർച്ചയായിട്ടും നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. 4 പ്രധാനപ്പെട്ട ഫോർമുലയാണ്. ഒന്ന്, ഇന്റഗ്രൽ a to b f of x dx ആയിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ a to b f of a plus b minus x dx ഉള്ള രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേ സെയിം അതിൻ്റെ ഒരു കൊറോളറി ആണ് അല്ലെങ്കിൽ ഒരു റിമാർക്കാണ് എടുത്തത്. ഇന്റഗ്രൽ 0 to a
എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കേട്ടോ. എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് വരും. സോ ദ നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ മൈനസ് എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന ഫോം വന്നിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഈവൻ ആയിരിക്കണം. അപ്പൊ ഫംഗ്ഷൻ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ സോ ദ ഫംഗ്ഷൻ ഈസ് ഈവൻ. അതുപോലെ തന്നെ ഇന്റഗ്രൽ മൈനസ് എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. സോ ഇത് ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ്. ഉണ്ടോ? ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഓഡാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ പറയാൻ പറ്റും? എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ സോ ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഈ 4 റിസൾട്ടാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കളയാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ ക്യൂബ് എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. ഉണ്ടോ? ഇത് സെയിം പാറ്റേൺ ആണ് ബാക്കി വരുന്ന പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഉണ്ടോ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ ക്യൂബ് എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്കിതിനെ പൈ ബൈ 2 മൈനസ് എക്സ് അല്ലെങ്കിൽ 0 ടു എ എഫ് ഓഫ് ഈ ഫോം ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് എഗെയിൻ ലെറ്റ് ഐ ഉണ്ടോ എഗെയിൻ ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ ക്യൂബ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോസ് ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ഡി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് എഴുതാം? കോസ് ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് പൈ ബൈ 2 മൈനസ് എക്സ്. ഓക്കെ, സൈൻ ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്. ഇക്വേഷൻ നമ്പർ 2. ദെൻ ആഡിങ് 1 and 2 ഉണ്ടോ? നമുക്ക് ഈ 1 ഉം 2 കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കളയാം അല്ലേ? ആഡിങ് 1 and 2 ഉണ്ടോ? ആഡിങ് 1 and 2 ദാറ്റ് ഇംപ്ലൈസ് 2i ഈക്വൽ ടു രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഇതിൻ്റെ ഡിനോമിനേറ്ററും ഇതിൻ്റെ ഈ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഉണ്ടോ? ഇവിടെ സൈൻ ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ബൈ കോസ് ക്യൂബ് സൈൻ ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോസ് ക്യൂബ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് നമ്മൾ എഗലേറ്റ്. അപ്പോൾ സൈൻ ക്യൂബ് ഓഫ് 90 മൈനസ് തീറ്റ ആണ് കോസ് തീറ്റ അപ്പോൾ സോ ദിസ് ഈസ് കോസ് എക്സ് ഉണ്ടോ? അപ്പോൾ അതിനെ നമുക്ക് കോസ് എക്സ് എന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കോസ് എക്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കോസ് ക്യൂബ് എക്സ് എന്ന് വരും കേട്ടോ. അവിടെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് ക്യൂബ് എക്സ് ആണ്. മറന്നു പോകരുതേ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ആ ഒരു ഫോം നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചോണം. കോസ് ക്യൂബ് എക്സ്. അപ്പോൾ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഓർത്ത് വെക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ്. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഇവിടെ നോക്കുക സൈൻ ക്യൂബ് ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കോസ് ക്യൂബ് എന്ന് കൊടുക്കണം. സൈൻ ക്യൂബ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കൊടുക്കണം? കോസ് ക്യൂബ് ഉണ്ടോ? കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ബൈ ഇവിടെ സൈൻ ക്യൂബ് ആകുമ്പോൾ കോസ് ക്യൂബ് എക്സ് ഡി എക്സ് കോസ് ക്യൂബ് എക്സ് പ്ലസ് ഇവിടെ നമുക്ക് സൈൻ ക്യൂബ് എക്സ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ഉണ്ടോ? സൈൻ ക്യൂബ് എക്സും കോസ് ക്യൂബ് എക്സും കൂടെ ആഡ് ചെയ്ത് അപ്പോൾ എന്ത് കിട്ടും? സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ബൈ ഈ സെയിം തന്നെയാണ് ഡിനോമിനേറ്ററിലും വരുന്നത് കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് ഉണ്ടോ? സോ വി കട്ട് ഇറ്റ് 1 ഉണ്ടോ? അതിനെ കട്ട് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 അല്ലേ? 2i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 1 dx എന്ന് കിട്ടി. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 2i ഈസ് ഈക്വൽ ടു 1ൻ്റെ ഇന്റഗ്രൽ എക്സ് ആണ് ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു പൈ ബൈ 2. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ 2i ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് 0. സോ ദാറ്റ് മീൻസ് 2i ഈക്വൽ ടു ഉണ്ടോ പൈ ബൈ 2 എന്ന് കിട്ടും. ഇംപ്ലൈസ് i ഈക്വൽ ടു പൈ ബൈ 4 ഉണ്ടോ? ആൻസർ നമുക്ക് എന്ത് കിട്ടി? പൈ ബൈ 4. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കിക്കളയാം. അതേ സെയിം പ്രോബ്ലം ഇത് തന്നെയാണ്. റൂട്ട് ഓഫ് സൈൻ എക്സ് ബൈ റൂട്ട് ഓഫ് സൈൻ എക്സ് പല വർഷം ചോദിച്ചുകൊണ്ട് ഞാൻ എടുത്തിട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും സോ വി ഗെറ്റ് ദ ആൻസർ ഈസ് പൈ ബൈ 4 ആണ് കേട്ടോ. അവിടെ കിട്ടുന്ന ആൻസർ നമുക്ക് എന്താണ്? പൈ ബൈ 4 ആണ്. ഈ സെയിം റിസൾട്ട് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു
integral 0 to a f of a minus x dx. So we get that same property, same രീതിയിൽ തന്നെ ചെയ്തു നോക്കുക. Okay, so the next one. അടുത്ത നോക്കാം, integral 0 to pi by 2 cos square x dx. Same one ഉണ്ടോ, integral 0 to pi by 2 cos square x dx. So this is, let's take it I equal to 1 ഉണ്ടോ. So again let I is equal to integral 0 to pi by 2 cos square of pi by 2 minus x. So that is integral 0 to pi by 2 cos square എന്ന് പറയുമ്പോൾ sin square of x എന്ന് കിട്ടി. So this is equation number 2. Adding 1 and 2 ഉണ്ടോ implies that 2i equal to integral 0 to pi by 2 sin square x plus cos square x dx. So that is equal to x ഉണ്ടോ, sin square of cos square x dx എന്നാ 1 അല്ലേ, 1ന്റെ ഇന്റഗ്രൽ എന്നാ x between the limit 0 to pi by 2. അപ്പോൾ 2i equal to pi by 2 minus 0. So I is equal to pi by 2 by 2 pi by 4. So that is the answer ഉണ്ടോ. അപ്പോൾ സെയിം അല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ ആ പ്രോപ്പർട്ടി അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. So the next one, integral 0 to pi by 2 sin x by sin x plus cos x. They same തന്നെ ഉണ്ടോ. അപ്പോൾ അവിടെയും ഏതാണ് പ്രോപ്പർട്ടി, integral 0 to a f of x dx is equal to integral 0 to a f of a minus x dx. അപ്പോൾ ഈ പ്രോപ്പർട്ടി പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഈ പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം ഇപ്പം 3-4 വർഷം കണ്ടു, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ആ പ്രോബ്ലത്തിന്റെ ആൻസർ എങ്ങനെ വന്നാലും എപ്പോഴും എന്താണ് ആൻസർ വരുന്നത്, പൈ ബൈ 4 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ പ്രോബ്ലം ബോർഡ് എക്സാമിന് ചെയ്തിരിക്കുമെന്ന് ഉറപ്പാണ്. ഓക്കെ, so the next one, write the value of the definite integral minus pi by 2 plus pi by 2 sin x dx. So this is integral minus a to a f of x dx. അത് ഈവൻ ആണോ ഓഡ് ആണോ നോക്കിക്കഴിഞ്ഞ് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ. അപ്പം നമുക്ക് ഇവിടെ നോക്കാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പം എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് എക്സ് ആണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്നാ മൈനസ് സൈൻ എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഉണ്ടോ. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ആൻ ഓഡ് ഫംഗ്ഷൻ ഉണ്ടോ. ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്, ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ദിസ് ഇന്റഗ്രൽ ഈസ് ബിക്കം 0 ഉണ്ടോ. അതിന്റെ ഇന്റഗ്രൽ എന്താണ് 0. Therefore ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അതിനെ നമുക്ക് 0യിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ് അടുത്തൊരു ചാപ്റ്റർ അല്ലെ. അപ്പോൾ ഇന്റഗ്രേഷനിലെ 2 പാർട്ട് നമ്മൾ കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിലെ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സിനകത്തെ സർക്കിൾസിന്റെ ഏരിയയും എലിപ്സിന്റെ ഏരിയയും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ഷുവർ ആയിട്ടുണ്ടാവും കേട്ടോ. സർക്കിൾസിന്റെ അല്ലെങ്കിൽ എലിപ്സിന്റെ ആണ് സാധാരണ രീതിയിൽ നമ്മൾ സിലബസിലുള്ളൂ. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പം നമുക്കത് പഠിച്ചാൽ മതി. സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സം ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് a square by 2 into log x plus root of x square minus a square plus c. So then next one, integral root of x square plus a square dx is equal to x by 2 into ഓർത്തിരിക്കണേ x by 2 into root of x square plus a square by 2 into log x plus root of x square plus a square. So integral root of a square minus x square is very important. ഇതാണ് കൂടുതലും നമ്മൾ എപ്പോഴും കാണാറുള്ളത്. integral root of a square minus x square dx is equal to half അല്ലെങ്കിൽ x by 2 into root of a square minus a square plus a square by 2 into sin inverse x by a plus c. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് സർക്കിളിന്റെയും എലിപ്സിന്റെയും ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഏരിയ അണ്ടർ ദ കർവ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് നമുക്ക് ആകെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അത് നമുക്കൊന്ന് നോക്കിക്കളയാം. ലിസൺ, ഏരിയ അണ്ടർ ദ സിമ്പിൾ കർവ്സ് ഉണ്ടോ. അതായത് നമുക്കറിയാം എക്സ് ആക്സിസ് കൂടെ ആണെങ്കിൽ എ ടു ബി കണ്ടോ, എക്സിന്റെ എ ടു ബി ആണ്. അപ്പോൾ ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് എന്ന് എടുത്തു. y dx is equal to integral a to b f of x dx എടുക്കുക. ഇനി y ആക്സിസിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കണ്ടോ, y ആക്സിസിൽ കൂടി ഇതിലെ y ആക്സിസിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഇന്റഗ്രൽ a is equal to integral c2 dx dy is equal to integral c2 d g of y dy കണ്ടോ. y-ൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇവിടെ എക്സിലും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ഒരു 2 പ്രത്യേകത മാത്രമാണ് വരുന്നത്. ഏത് കോർഡിനേറ്റിൽ കൂടെ എടുക്കാം, എക്സിൽ കൂടെ എടുക്കാം, വൈയിൽ കൂടെ എടുക്കാം. അപ്പം നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പം നമുക്ക് ഇതിന്റെ കർവ്, ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് 0 0 ആണ് അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള ഒരു സർക്കിളിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് 0 0 ആണ്
അല്ലേ? അതിൽ എ എന്നാണ് ഇതിൻ്റെ റേഡിയസ് ആണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ ലെങ്ത് എ ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ A0 ആണ്. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത് 0 മുതൽ എ വരെയാണ് നമുക്ക് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഇന്റഗ്രൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to a y dx ആണ്. ഉണ്ടോ? ഇന്റഗ്രൽ 0 to a y dx. അപ്പോൾ സോ ദിറ്റ് മീൻസ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ അല്ലേ? ആദ്യം നമുക്ക് y കണ്ടുപിടിക്കണം. y സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് x സ്ക്വയർ. സോ y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഇന്റഗ്രൽ ബിക്കംസ് ഇന്റഗ്രൽ 0 to a റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ dx. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ ഒരു ക്വാഡ്രന്റിനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലേ? ഒരൊറ്റ ക്വാഡ്രന്റിനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 4 ക്വാഡ്രന്റ് ഉണ്ട്. അപ്പോൾ ദ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to a റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു നമുക്കറിയാം ഇന്റഗ്രൽ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? എന്താണ്? x/2 ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് a സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഉണ്ടോ? ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to a. നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. 4 ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് എ കൊടുക്കുമ്പോൾ ഇത് 0 ആയിപ്പോയി. ഉണ്ടോ? പ്ലസ് ഇവിടെ എടുക്കുമ്പം a സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എ ബൈ എ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. 0 ഇവിടെ കൊടുത്താലും രണ്ടിടത്ത് കൊടുത്താലും 0 ആയിപ്പോവും. ഓക്കെ, സോ ദാറ്റ് മീൻസ് 4 ഇൻറ്റു a സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 പൈ ബൈ 2 ആണ്. So 2 and 4 are cancelled. So the area is pi a square. ഉണ്ടോ? ഏരിയ എന്ത് കിട്ടി? പൈ എ സ്ക്വയർ കിട്ടി. അല്ലെങ്കിൽ നമുക്കറിയാലോ സർക്കിളിന്റെ ഏരിയ എന്നാ പൈ ആർ സ്ക്വയർ അല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. ആർ ഇവിടെ എ ആണ്. ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ വഴി അത് യൂസ് ചെയ്തു. സോ ഇവിടെ എക്ക് പകരം ഡിജിറ്റുകൾ വേണേലും മാറി വരാം അല്ലെ? നമ്പേഴ്സ് വരാം. അപ്പോൾ ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ അടുത്തത് നോക്കാം. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ്. ഉണ്ടോ? The standard form of an ellipse is x square by a square plus y square by b square is equal to 1 ആണ്. അങ്ങനെ ഒരു എലിപ്സിന്റെ ഏരിയ യൂസിങ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് നോക്കിക്കളയാം. ഇത് കണ്ടോ? എലിപ്സിന്റെ ഏരിയ ആണെങ്കിൽ നമുക്കറിയാം ഇത് എലിപ്സ് ഈ തരത്തിലുള്ള ഒരു എലിപ്സ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത് അല്ലേ? അതിനകത്ത് നമുക്കറിയാം ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 0 ആണ്. ഇത് -5 0 ആണ്. ഇത് 0 3 ആണ്. ഇത് എന്ന് പറഞ്ഞ 0 -3 ആണ്. അതായത് എയും ബി എന്നിട്ട് നമ്മൾ എടുത്തു. ഇനി കൂടുതലൊന്നും നമുക്ക് അറിയാനില്ല. ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എലിപ്സിന്റെ ഏരിയ കാണാനായിട്ട് ഈ ഒരു ക്വാഡ്രന്റിന്റെ ഏരിയ എടുത്താൽ ഇവിടെ 0 ആണ് സെന്റർ. 0 മുതൽ 5 വരെ വരും. ഉണ്ടോ? അപ്പോൾ അതിന്റെ 4 ക്വാഡ്രന്റിനെ കൂടെ എടുക്കണമെങ്കിൽ 4 ഇൻറ്റു എന്ന് എടുക്കുക അല്ലേ? സോ വി ഗെറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to 5. ഉണ്ടോ? ഇന്റഗ്രൽ 0 to 5 y dx. ഓക്കെ, സോ വാട്ട് ഈസ് y കാണണമെങ്കിൽ നമുക്ക് y സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 25 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ y സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 25 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 25 എന്ന് എഴുതി. സോ y ഇസ് ഈക്വൽ ടു 9/25 റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ റൂട്ട് ഓഫ് 9/25 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എടുക്കാം. സോ ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു 3/5 ഇൻറ്റു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഉണ്ടോ? അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇന്റഗ്രൽ 0 to 5. അവിടെ 3/5 ആകുമ്പോൾ അത് വെളിയിലിട്ടു. 3/5 ഇൻറ്റു റൂട്ട് ഓഫ് എങ്ങനെ വരും? 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. സോ 4 ഇൻറ്റു ഉണ്ടോ? 4 ഇൻറ്റു 3/5 9/5 അപ്പോൾ 3/5 ഇൻറ്റു ഇതിലെടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എക്സ് ബൈ 5 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 5. ഉണ്ടോ? അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ലോവർ ലിമിറ്റ് കൊടുക്കുന്നു അല്ലേ? അപ്പം നമുക്കിവിടെ 4 ഇൻറ്റു 3/5 ഇൻറ്റു ആദ്യം നമ്മൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് 5 കൊടുത്താൽ ഇത് 0 ആയിപ്പോയി. പ്ലസ് ഇവിടെ 5/5 ആണ്. അപ്പോൾ 5 സ്ക്വയർ ബൈ 2 ഇൻറ്റു 5 സൈൻ ഇൻവേഴ്സ് 5/2 എന്ന് കിട്ടി. -0 വരും. സോ ദാറ്റ് മീൻസ് 4 ഇൻറ്റു ഉണ്ടോ? 4 ഇൻറ്റു 3/5 ഇൻറ്റു 5 സ്ക്വയർ ബൈ അല്ലേ? അതായത് 5 സ്ക്വയർ പൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2. അപ്പോൾ 2ഉം 4ഉം കട്ടായി, ഒരു 5ഉം കൂടെ കട്ടായി. സോ വി ഗെറ്റ് 15 പൈ ഇസ് ദ ആൻസർ. ഉണ്ടോ? അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 15 പൈ സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ എലിപ്സിൻ്റെ ഏരിയ പൈ എ ബി ആണ്. എ ഇവിടെ 5ഉം ബി ഇവിടെ 3ഉമാണ്. അപ്പം 15 എന്ത് കിട്ടും? പൈ എന്ന് കിട്ടും. ഒന്നും അറിയാൻ മേലാത്തവർ അത്രയെങ്കിലും
എഴുതി വെക്കുകയാണ്, വളരെ നല്ലതാണ്. അപ്പം ബോർഡ് എക്സാമിന് വളരെ പ്രത്യേകത ഓർക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നമുക്ക് വരുന്ന 2 കേസാണ്. എന്തൊക്കെയാണ്? സർക്കിൾസിന്റെ ഏരിയയും എലിപ്സിന്റെ ഏരിയയും. ഓക്കെ, സോ വി ഗോ ത്രൂ ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്ത ചാപ്റ്റർ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞത് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ മീൻസ് ഹയസ്റ്റ് ഡെറിവേറ്റീവിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ എന്ന് പറയും. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ പറഞ്ഞാൽ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അടുത്തത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് വേരിയബിൾ ഡിഗ്രി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹോമോജീനിയസ്, അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ദെൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് ഓരോന്ന് നോക്കാം. സി റൈറ്റ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ. ഉണ്ടോ? ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, അതിന്റെ പവർ എന്നതാണ്? 1 ആണ്. ഓർഡർ ആണെങ്കിൽ ഇവിടെ 2. ഉണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അകത്ത് ഓർഡർ ആണെങ്കിൽ 2 വരും. ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓർഡർ പവർ എന്ന് അതിന്റെ പവർ ഡിഗ്രിയാണ് 1. സോ ദ നെക്സ്റ്റ് വൺ വേരിയബിൾ സെപ്പറബിൾ. ഉണ്ടോ? വേരിയബിൾ സെപ്പറബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ dy by dx equal to h of y into g of x ആണ്. ഉണ്ടോ? ഒരു ഫംഗ്ഷൻ വന്നു. അപ്പൊ അതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയിലുള്ള വേരിയബിളും എക്സിലുള്ള വേരിയബിളുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണോ 1 by h of y into dy equal to g of x into dx. then ഇന്റഗ്രൽ 1 by h of y dy equal to ഇന്റഗ്രൽ g of x dx. ഉണ്ടോ? അതാണ് അതിന്റെ തിയറി അല്ലേ? നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ്. അപ്പൊ സോ ദിസ് പ്രോബ്ലം ഉണ്ടോ? ഈ പ്രോബ്ലം നോക്കിക്കേ, അതേ സെയിം വരുന്നതാണ്. dy divided by root of 9 minus y square is equal to dx by x. So variables are separating that after integrating. So this is integral 1 by root of 3 square minus y square dy equal to integral 1 by x dx. So this is integral 1 by root of a square minus x square. A square minus x square. This is sin inverse x by a. Okay. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം? ഇന്റഗ്രൽ 1 by root of a square minus x square പറയുമ്പോൾ sin inverse x by a sin inverse y by 3. ഇന്റഗ്രൽ 1 by x log x plus constant of integration c. That is answer. ഉണ്ടോ? So this is the variable separable. Variable separable ആക്കിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. So the next is homogeneous differential equation. അതിന്റെ പ്രത്യേകത നമുക്കൊരു ഇക്വേഷന്റെ ഫോം g of y by x എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ നമുക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത് അല്ലേ? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അങ്ങനെ വരുന്നത് നമ്മൾ y equal to vx എടുത്തു, dy by dx വരുന്നിടത്ത് v plus x into dv by dx എടുത്ത് നമ്മൾ സാധാരണ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx equal to x plus y. അപ്പോൾ നമുക്ക് അതിനെ v plus x into dv by dx is equal to x plus vx by x. ഉണ്ടോ? സോ v plus x into dv by dx is equal to ഇവിടെ നമുക്ക് എക്സ് കോമൺ എടുത്താൽ 1 plus v by x. അപ്പോൾ എക്സും എക്സും കട്ടായി. അപ്പോൾ നമുക്കിവിടെ x into dv by dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 plus v, ഈ v ഇപ്പറേ വന്നപ്പോൾ മൈനസ് v ആയി. അപ്പോൾ നമുക്ക് x dv equal to v പോയി dx എന്ന് എഴുതി. ഉണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ dv equal to dx by x. സോ ദ വേരിയബിൾസ് ആർ സെപ്പറേറ്റിംഗ്. ദെൻ ആഫ്റ്റർ ഇന്റഗ്രേറ്റിംഗ് ഉണ്ടോ? വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ dv എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ എന്നാ വരും? 1 dv ആണ്. അപ്പോൾ v equal to 1 by x ആണ് log x plus constant of integration c. അപ്പോൾ vക്ക് പകരം വാല്യൂ റീപ്ലേസ് ചെയ്യുക, y by x is equal to log x plus c. ഉണ്ടോ? vയുടെ വാല്യൂ എന്താ? v is equal to y by x ആണ്. അപ്പോൾ നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് കണക്ട് ചെയ്തു. സോ ദ നെക്സ്റ്റ് വൺ, അടുത്ത ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം dy by dx is equal to py plus q, where p and q is a constant and p are functions on x. ഓക്കെ, തന്നെ അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുന്നു, e raised to integral p dx. സോ ദ സൊല്യൂഷൻ, ഇപ്പോൾ സൊല്യൂഷൻ എങ്ങനെ എടുക്കുന്നത്? y into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ q into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഓഫ് dx എടുത്തു. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം dy by dx plus y by x is equal to x square. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ആണ്. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു e raised to integral 1 by x dx. അതായത് y-യുടെ കോഎഫിഷ്യന്റ്. ദാറ്റ് മീൻസ് e raised to log x. സോ ദാറ്റ് ഈസ് x. ഉണ്ടോ? e raised to log x is x. അതാണ് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. അപ്പോൾ സൊല്യൂഷൻ കാണാനായിട്ട് എന്ത് ചെയ്യണം? y into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ x ഉണ്ടോ? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ x is equal to ഇന്റഗ്രൽ q മീൻസ് ഇവിടെ x square into ഇന്റഗ്രേറ്റീവ് ഫാക്ടർ x dx. ഓക്കെ, so that means yx is equal to x square into x cube ആണ്. അതിന്റെ ഇന്റഗ്രൽ എന്നാ വരും? x raised to 4 by 4
plus constant of integration c. So y equal to x raised to 4 by x ഉണ്ടോ x plus c by x. So that is y equal to x raised to 3 by 4 ഉണ്ടോ ഒരു x കട്ടായി പ്ലസ് c into x raised to minus 1. So that is a ആൻസർ ഉണ്ടോ. അപ്പോൾ ഇതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട 3 കേസസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അകത്തുള്ളത്. ഒന്ന് വേരിയബിൾ സെപ്പറബിൾ, വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. 2 ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് y ബൈ എക്സ് ഫോമിലേക്ക് ആ ഫംഗ്ഷനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം വേരിയബിൾ സെപ്പറബിൾ ആക്കിയതിന് ശേഷം അതിനെയും ഇന്റഗ്രേറ്റ് വിയിലുള്ള അല്ലെ വിയിൽ നമ്മൾ ഡി ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് അല്ലേ പറയുന്നത്, അങ്ങനെ എടുത്തിട്ട് വേണം ചെയ്യാൻ. അതുപോലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ ആണ് അല്ലേ, ഇസ് ഈക്വൽ ടു ക്യൂ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളെ മക്കളെ ഇതിനകത്ത് നമ്മൾ ഇന്റഗ്രേഷനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കൺസെപ്റ്റുകളും ഇന്റഗ്രൽ, അതായത് കാൽക്കുലസിന്റെ ഇന്റഗ്രൽ പാർട്ട്, അതായത് മെയിൻ ചാപ്റ്റേഴ്സ് ആയ ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഓഫ് ഇക്വേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇതിനകത്ത് പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബോർഡ് എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് നമുക്ക് കരുതാം അല്ലേ. നല്ല മാർക്ക് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാൻ സാധിക്കട്ടെ, നന്നായിട്ട് എളുപ്പമാകട്ടെ, ബോർഡ് എക്സാം നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.